നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ MA മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വാഴപ്പള്ളി ശാസനം എന്ന പാഠഭാഗമാണ്. ശാസനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു എഴുത്ത് രീതിയാണ് ശാസനങ്ങൾ. അതിലൂടെ പ്രധാനമായിട്ടും അന്നത്തെ ഭരണാധിപന്മാർ അല്ലെങ്കിൽ നാടുവാഴികൾ അവരുടെ ഉത്തരവുകളും കൽപ്പനകളും അവരുടെ പ്രജകളെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്നതാണ് ശാസനങ്ങൾ. ഈ ശാസനങ്ങളും അതിലുപയോഗിച്ചിരുന്ന ഭാഷകളും അതിൻ്റെ പ്രത്യേകതകളും എന്തെല്ലാമാണെന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഭാഷ എന്ന് പറയുന്നത് ഒരു മുഖ്യമായിട്ടുള്ള ആശയവിനിമയ ഉപാധിയാണ് അല്ലെ. ഭാഷ കൂടാതെയും നമ്മൾ ആശയവിനിമയം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇവയിൽ നിന്നെല്ലാം മികച്ചതായിട്ട് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മാധ്യമമാണ് ഭാഷ. നമ്മുടെ മലയാള ഭാഷ അല്ലെ. മലയാള ഭാഷ എന്ന് പറയുമ്പോൾ ലോകത്തിലെ വിവിധ കോണുകളിലായിട്ട് മലയാളികളുണ്ട്. മലയാള ഭാഷയുടെ മഹിമയും അതിൻ്റെ ആ ഒരു തനിമയും ഉൾക്കൊണ്ട് സംസാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ ഒരു മലയാള ഭാഷയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ വാമൊഴി, വരമൊഴി എന്നുള്ള നമ്മുടെ ആദ്യകാല രൂപങ്ങളിലേക്കൊന്ന് എത്തി നോക്കണം. വാമൊഴി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് അല്ലെ, രേഖപ്പെടുത്താത്തതാണ് വാമൊഴി. അത് ഇങ്ങനെ പ്രചരിച്ചു വരുന്നതാണ്, മറ്റുള്ളവരോട് സംസാരിച്ചും കേട്ടും ഒക്കെ പ്രചരിച്ചു വരുന്നത്. എന്നാൽ വരമൊഴി എന്ന് പറയുമ്പോൾ എന്താണ്? അത് എഴുതിയിട്ടാണ് അത് കൈമാറി വരുന്നത്. ഇത്തരത്തില് മലയാള സാഹിത്യത്തെ വാമൊഴി, വരമൊഴി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് വൃത്തനിബദ്ധമായിട്ടുള്ള വാങ്മയമാണ് പദ്യം എന്ന് നമുക്ക് പറയപ്പെടുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ പദ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ വൃത്തം കാണാൻ കഴിയും. വൃത്തങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് കാകളി, പിന്നെ മഞ്ചരി, കേക തുടങ്ങിയ ഒരുപാട് വൃത്തങ്ങളുണ്ട് അല്ലെ. ഇത്തരത്തില് വൃത്തനിബദ്ധമാണ് പദ്യം. വൃത്തമില്ലാതെ പദ്യമില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അല്ലെ. വൃത്തമില്ലാതെ ഗദ്യമായിട്ടും പദ്യത്തിന്റെ നൂതനമായിട്ടുള്ള രീതിയിലൊക്കെ പദ്യമെഴുത്ത് നടക്കുന്നുണ്ട്. പദ്യരൂപത്തില് വൃത്തനിബദ്ധമല്ലാത്ത വാഗ്മയമാണ് ഗദ്യം. ആദ്യകാലങ്ങളിൽ പദ്യത്തിനായിരുന്നു പ്രാധാന്യം കൂടുതൽ. എന്നാൽ പിന്നീട് ഒരു 18ാം നൂറ്റാണ്ടിന്റെ അവസാനം 19ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് ഗദ്യത്തിന് പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. അങ്ങനെ ഗദ്യത്തിലുള്ള കൃതികൾ വരാൻ തുടങ്ങി. അപ്പൊ ഈ ഗദ്യം എന്ന് പറയുന്നത് വൃത്തനിബദ്ധമല്ലാത്ത വാഗ്മയമാണ് ഗദ്യം എന്നാണ് പറയുന്നത്. വാമനാചാര്യൻ ഈ ഗദ്യത്തെ 4ആയി തിരിക്കുന്നുണ്ട്. വാമനാചാര്യൻ എന്നുള്ള ഒരു വ്യക്തി ഈ ഗദ്യത്തെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് മുക്തകം. മുക്തകം എന്ന് പറയുന്നത് സമാസമില്ലാത്ത രചന എന്നാണ്. സമാസമില്ലാത്ത രചന എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമാസം എന്താണ്? അതായത് വിഭക്തി കൂടാതെയുള്ള 2 പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുക. ഇതിനെയാണ് സമാസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വിഭക്തി? വിഭക്തി എന്ന് പറഞ്ഞാൽ 2 പദങ്ങളെ കൂട്ടിച്ചേർക്കാൻ പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നു. അതാണ് വിഭക്തി. വിഭക്തിയൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാമൻ പ്ലസ് ഇൽ എന്നുള്ള പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ രാമനിൽ. ആ വാക്കിനോട് കൂടി മറ്റൊരു രാമൻ എന്ന ആ ഒരു പദത്തിനോട് കൂടി മറ്റൊരു വാക്ക്, ഒരു പ്രത്യയാണ്, വാക്കല്ല. പ്രത്യയം കൂട്ടിച്ചേർത്താൽ എന്ത് വരും? അവിടെ ഒരു പുതിയ പദമായിട്ട് രൂപപ്പെട്ടു. ഇതിനെയാണ് വിഭക്തി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വിഭക്തിയെ കൂടാതെ 2 പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ് സമാസം എന്ന് പറയുന്നത്. സമാസം ബഹുബ്രീഹി, കർമ്മധാരയൻ, ആയ ചേർന്ന് വരുന്നതില്ലേ, പിന്നെ അവ്യയീഭവൻ, ഒരുപാട് സമാസങ്ങളും
ഉണ്ട്. ഇത്തരത്തില് സമാസമില്ലാത്ത രചന എന്നതാണ് മുക്തകം. ഗദ്യരൂപത്തിന്റെ ഒന്നാമത്തെ ഭാഗമായിട്ട് അദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത് മുക്തകം ആണ്. രണ്ടാമത്തേതാണ് വൃത്തഗന്ധി. വൃത്തഗന്ധി എന്ന് പറഞ്ഞാല് ആ ഒരു പദത്തിൽ തന്നെയുണ്ട് വൃത്തത്തിന് പ്രാധാന്യം നൽകിയിട്ട് ഇടയ്ക്ക് ഛന്ദോബന്ധങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഗദ്യരചനയാണ് വൃത്തഗന്ധി. മൂന്നാമത്തേതാണ് ഉത്കലിക. ഉത്കലിക എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നീണ്ട വാക്യബന്ധങ്ങളാണ്. നീണ്ട വാക്യ ബന്ധങ്ങളാണ് ഉത്കലിക എന്ന് പറയുന്നത്. നാലാമത്തെ ഭാഗമാണ് ചൂർണകം. ചൂർണകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലളിത പദങ്ങളും ലഘു സമാസങ്ങളും കലർന്ന കേവല രീതി. നമ്മൾ സമാസമില്ലാത്ത ഒരു രീതി മുക്തകത്തെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഈ നാലാമത്തെ ഭാഗത്തിൽ വരുന്നത് ചെറു ലളിത പദങ്ങൾ അതുപോലെ തന്നെ സമാസങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗദ്യരീതിയാണ് നാലാമത്തെ ചൂർണകം എന്ന് പറയുന്ന ഈ ഒരു ഗദ്യരീതി. അപ്പൊ വാമനാചാര്യൻ എന്ന വ്യക്തി ഗദ്യത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അവ? മുക്തകം, വൃത്തഗന്ധി, ഉത്കലിക, ചൂർണകം. അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പാശ്ചാത്യർ ഗദ്യത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. അപ്പൊ പാശ്ചാത്യ സാഹിത്യകാരന്മാർ ഗദ്യരൂപത്തെ 3ആയിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോ അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് വർണ്ണനാത്മകം. വർണ്ണനാത്മകം എന്ന് പറഞ്ഞാല് ഏതൊക്കെ വിഭാഗങ്ങളാണ് ഈ ഗദ്യരൂപത്തില് വരുന്നത്? നോവൽ വരുന്നുണ്ട്, ചെറുകഥകൾ വരുന്നുണ്ട്, യാത്രാ വിവരണങ്ങൾ വരുന്നുണ്ട്, ഇതുപോലെ ജീവചരിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ വർണ്ണനാത്മകം ആ ഒരു പദത്തിൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. കുറച്ചൊക്കെ വർണ്ണനകളോട് കൂടിയിട്ടുള്ള ഗദ്യരൂപങ്ങളായിരിക്കും ഈ ഒരു മേഖലയിൽ ഉൾപ്പെടുന്നത്. നോവൽ അല്ലെ, അതുപോലെ തന്നെ ചെറുകഥകള്, പിന്നെ യാത്രാ വിവരണങ്ങള്, അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ അടുത്തതാണ് വ്യാഖ്യാനപരം. രണ്ടാമത്തെ ഗദ്യമേഖലയാണ് വ്യാഖ്യാനപരം. അതില് എന്തൊക്കെയാണ് വരുന്നത്? നിയമം, ചരിത്രം, ശാസ്ത്രം, വിമർശനം എന്നിവയൊക്കെയാണ് ഈ ഒരു വ്യാഖ്യാനപരം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നമുക്ക് അറിയാം അവിടെ എന്താണ്? വർണ്ണനയ്ക്ക് പ്രാധാന്യമില്ല, വർണ്ണന അവിടെ ആവശ്യമില്ല, വ്യാഖ്യാനിക്കുകയാണ്. ചരിത്രത്തെ നമ്മൾ വ്യാഖ്യാനിക്കാറാണ് അല്ലെ, അതിൽ വർണ്ണനകളോ സങ്കല്പങ്ങളോ ഒന്നിന്റെ ആവശ്യമില്ല. അത് ചരിത്രത്തിന്റെ വ്യാഖ്യാനമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെയാണ് നിരൂപണങ്ങൾ, പിന്നെ അതുപോലെ നിയമങ്ങൾ അല്ലെ, വ്യാഖ്യാനമാണ് ആവശ്യമുള്ളത്. അപ്പൊ വ്യാഖ്യാനപരം എന്നും ഗദ്യത്തെ രണ്ടാമതായിട്ട് തിരിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ളതാണ് ഭാവോദ്ബോധകങ്ങൾ. ഭാവോദ്ബോധകങ്ങൾ എന്ന് പറഞ്ഞാല് ഭാവങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കഥ, കവിത, നാടകം തുടങ്ങിയവയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗദ്യരൂപങ്ങള്. ഭാവങ്ങൾക്കാണ് അതിൽ പ്രാധാന്യം. അതായത് ഇപ്പോ കവിതകൾക്ക് തന്നെ നമുക്ക് അറിയാം വിലാപകാവ്യങ്ങളുണ്ട് അല്ലെ, പിന്നെ കഥകളിൽ തന്നെ ഉള്ളതും അതുപോലെ തന്നെ ഹാസ്യരൂപത്തിലുള്ള കഥകള്, നാടകങ്ങൾക്കാണെങ്കിലും വ്യത്യസ്ത ഭാവങ്ങളിലായിട്ട് വിഷയങ്ങൾ വരുന്ന നാടകങ്ങളും കാണാൻ കഴിയും. ഇത്തരത്തില് പാശ്ചാത്യർ ഗദ്യരൂപത്തെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതാണ് വർണ്ണനാത്മകം, രണ്ടാമത്തത് വ്യാഖ്യാനപരം, മൂന്നാമത്തേതാണ് ഭാവോദ്ബോധകങ്ങൾ എന്ന് പറയുന്ന ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് ഗദ്യരൂപത്തെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഗദ്യരൂപം ആവിഷ്കരിച്ചതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആശയവിനിമയ രീതിയാണ് ശാസനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശാസനങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ഭരണാധിപന്മാര്, അതുപോലെ അന്നത്തെ നാടുവാഴികള് തുടങ്ങിയവരൊക്കെ അവരുടെ ഉത്തരവുകളും കൽപ്പനകളും ഭരണക്രമങ്ങളും ഒക്കെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശാസനങ്ങൾ രൂപപ്പെടുത്തിയിരുന്നത്. പ്രാചീന ഗദ്യങ്ങളുടെ ആദ്യ മാതൃകകൾ എന്ന് ശാസനങ്ങൾക്ക് അവകാശപ്പെടാവുന്നതാണ്. ഇപ്പൊ അശോകന്റെ ശാസനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് മലയാളത്തിലുള്ള കേരളത്തിലുള്ള ശാസനങ്ങളെ കുറിച്ച് നമുക്കൊരു എത്തിനോട്ടമാണ് ഇതിലൂടെ നടക്കുന്നത്. ഈ ശാസനങ്ങൾ പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയിരുന്നത് കല്ല്, ചെമ്പ് തകിട്, പനയോല എന്നിവയിലൊക്കെയായിരുന്നു ഈ ഒരു ശാസനങ്ങൾ ആലേഖനം ചെയ്തിരുന്നത്.
അതിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പണത്തെ സംബന്ധിച്ച്, സ്വത്തുക്കളെ സംബന്ധിച്ച്, അതുപോലെ ക്ഷേത്രം വക കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത്, പിന്നെ അതുപോലെ ദാനം വ്യവസ്ഥകള്, ഭരണ വ്യവസ്ഥകള്, മതപരമായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ശാസനങ്ങളിൽ പരാമർശിച്ചിരുന്നു. ക്ഷേത്രഭരണമായ ഈ ഒരു വ്യവസ്ഥകളൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ഭരണ സംബന്ധമായിട്ടുള്ള ശാസനങ്ങളാണ് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ ശാസന ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശാസന ഭാഷയില് തമിഴിന്റെ സ്വാധീനം വളരെയധികം കാണാൻ കഴിയും. തമിഴ് അക്ഷരമാലയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ അർത്ഥറിയാൻ പ്രയാസമുള്ള വാക്കുകളായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വ്യക്തിക്ക് പണ്ടത്തെ ശാസനങ്ങളൊക്കെ വായിക്കാൻ കഴിയുമോ? ഇല്ലല്ലേ, ഒറ്റയടിക്ക് വായിക്കാൻ കഴിയില്ല. അതിലെ വാക്കുകളൊക്കെ വളരെ സങ്കീർണമായിരുന്നു. ശാസനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിലെ വാക്കുകൾ വളരെ സങ്കീർണമായിരുന്നു. തമിഴായിരുന്നു കൂടുതലായിട്ട് ശാസനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ സംസ്കൃതം കുറവായിരുന്നു. പിന്നീട് മലയാളത്തിന് അതിന് കൂടുതലായിട്ട് കൂടി തുടങ്ങി. പക്ഷേ സംസ്കൃതം വളരെ കുറച്ച് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. സാഹിതീയ സ്വഭാവം കുറവായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു, പല ഉത്തരവുകള്, വിളംബരങ്ങളൊക്കെ ആയിരുന്നു അതില് ജനങ്ങളെ ബോധിപ്പിക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തായിരിക്കും, സാഹിത്യ സ്വഭാവം അതിന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതൊരു ഔദ്യോഗിക സ്വഭാവം, ഔപചാരികമായിട്ടുള്ള ഒരു രൂപത്തിലായിരുന്നു പല ശാസനങ്ങളും ഉണ്ടായിരുന്നത്. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിലുള്ള ചെന്തമിഴ് അധികവും അതിൽ കാണാൻ കഴിയും. ചെന്തമിഴ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ തമിഴ് ഭാഷയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയോട് കൂടിയതാണ് ചെന്തമിഴ് എന്ന് പറയുന്നത്. ചെന്തമിഴ് ആദ്യകാല പ്രാചീന തമിഴകത്തിന്റെ ഒരു ഭാഷാ രീതിയാണ്. ഈ ഒരു ചെന്തമിഴ് രീതിയിലായിരുന്നു ശാസനങ്ങൾ മുഖ്യമായിട്ടും എഴുതിയിരുന്നത്. പിന്നെ ശാസനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാടുവാഴികള്, പണ്ടത്തെ നാടുവാഴികള്, അവരുമായി ബന്ധപ്പെട്ട കുറച്ച് ശാസനങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ ബുദ്ധ മന്ദിരത്തിന് നൽകിയിട്ടുള്ള ഒരു ശാസനമാണ് പാലിയം ചെപ്പേട് എന്നറിയപ്പെടുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ ബുദ്ധമത മന്ദിരത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ആ ഒരു വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് പാലിയം ചെപ്പേട് എന്നറിയപ്പെടുന്ന ശാസനം. പിന്നെ അതുപോലെ തിരുമണ്ണൂർ ശാസനം ഉണ്ട്. തിരുമണ്ണൂർ ശാസനം എന്ന് പറയുന്നത് ജൈനമത മന്ദിരങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ബുദ്ധമത മന്ദിരത്തിനാണെങ്കിൽ, ഇത് ജൈനമത മന്ദിരത്തിന് നൽകിയിട്ടുള്ള സ്വത്തുവകകളും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ശാസനമാണ് തിരുമണ്ണൂർ ശാസനം. അടുത്തതായിട്ട് തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നുണ്ട്. തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത് വേണാട് നാടുവാഴി അയ്യനടികൾ ആർക്ക് നൽകിയതാണ്? മാർ സപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് നൽകിയിട്ടുള്ള സ്വത്തുവകകളും അതുപോലെ ഇടപാടുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. വേണാട് നാടുവാഴി അയ്യനടികളാണ് ഇത് നൽകിയിട്ടുള്ളത്. അടുത്തതാണ് ജൂതശാസനം. ജൂതശാസനം ആരാണ് നൽകിയിട്ടുള്ളത്? ഭാസ്കര രവിയാണ് നൽകിയിട്ടുള്ളത്. ആർക്കാണ് നൽകിയിട്ടുള്ളത്? ജോസഫ് പ്രബാൻ എന്ന ജൂത വ്യാപാരിക്ക് നൽകിയിട്ടുള്ള ഇടപാടുകളെ കുറിച്ചുള്ള ശാസനമാണ് ജൂതശാസനം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് മുച്ചുന്തിപ്പള്ളി ശാസനമുണ്ട്. മുച്ചുന്തിപ്പള്ളി ശാസനം എന്ന് പറയുന്നത് ഭരണാധികാരിയായിരുന്ന സാമൂതിരി രാജാവ് ആർക്ക് നൽകിയിട്ടുള്ളതാണ്? മുസ്ലിം ഒരു പള്ളിയായിട്ടുള്ള മുച്ചുന്തി പള്ളിക്ക് നൽകിയിട്ടുള്ള അതിന്റെ സ്വത്തുവകകളും സ്ഥലത്തെക്കുറിച്ചും അതിന്റെ ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ശാസനമാണ് മുച്ചുന്തിപ്പള്ളി ശാസനം. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കുറച്ചൊക്കെ എവിടെയൊക്കെ കേട്ടിട്ടുള്ള കുറച്ച് ശാസനങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തില് കുറച്ച് ശാസനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അടുത്തത് പോകുന്നത്
പണ്ടുള്ള തമിഴ് ശാസനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ എം പുരുഷോത്തമന്റെ കാഴ്ചപ്പാടുകളിലൂടെ നോക്കിക്കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് തമിഴ് ശാസനങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കാം. അക്ഷരമാല. ആദ്യമായിട്ട് ആ ഭാഷയുടെ, തമിഴ് ശാസന ഭാഷയുടെ അക്ഷരമാലയെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രധാനമായിട്ടും തമിഴിലാണ്. ഇതുപോലെ മലയാളത്തിലാണെങ്കിൽ വട്ടെഴുത്തും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ രണ്ട് ഭാഷകളിലാണ് ശാസനങ്ങൾ പ്രധാനമായും ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. തമിഴും മലയാളവും കലർന്ന രീതിയിലുണ്ടായിരുന്നു. തമിഴാണെങ്കിൽ അക്ഷരമാല ചെന്തമിഴിലായിരുന്നു. അതുപോലെ തമിഴ് അക്ഷരമാലയായിരുന്നു. പിന്നെ മലയാളത്തിലാണെങ്കിൽ വട്ടെഴുത്ത് ലിപിയായിരുന്നു. പിന്നെ അതിലെ പദസമൂഹം എന്ന് പറയുന്നത് മലയാളം, തമിഴ്, സംസ്കൃതം എന്നിവ ചേർന്നിട്ടുള്ള ഒരു പദസമൂഹം നമുക്കതില് കാണാൻ കഴിയും. പിന്നെ 6 നയങ്ങൾ അടങ്ങിയിട്ടുള്ള അനുനാസികാദി പ്രസരാദി അതിൽ കാണാൻ കഴിയുന്നുണ്ട്. വ്യാകരണ കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിലുള്ള വ്യാകരണങ്ങൾ നോക്കുകയാണെങ്കിൽ വിഭക്തി, സംബന്ധികക്ക് ഉടേ ഉള്ളൂ, ഇണ്ടേ ഇല്ല. അതായത് വിഭക്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. രണ്ട് വാക്കുകളെ തമ്മിൽ ചേർക്കാൻ പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് വിഭക്തി എന്ന് പറയുന്നത്. വിഭക്തികൾ ഒരുപാട് വിഭക്തികൾ ഉണ്ട് അല്ലേ. എത്ര പ്രധാനമായിട്ടുള്ള വിഭക്തികള് പിന്നെ നിർദ്ദേശിക, സംബന്ധിക, സംയോജിക, ആധാരിക, പിന്നെ അങ്ങനെയുള്ള വിഭക്തികൾ കാണാൻ കഴിയും. അതില് സംബന്ധികയുടെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് ചേർക്കാറുള്ളത്? ഇൻഡേ ഉടേ ആണ് അല്ലെ. ഇൻഡേ ഉടേ എന്നുള്ള ചേർക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ രാമൻ പ്ലസ് ഇൻഡേ, രാമന്റെ, അതൊരു വിഭക്തി രൂപമാണ്. പിന്നെ ഉടേ ചേർന്നിട്ടുള്ളതാണെങ്കിൽ സീത പ്ലസ് ഉടേ, സീതയുടെ. അങ്ങനെ ആ ഒരു 2 പ്രത്യയങ്ങളാണ് ഈ സംബന്ധികയിൽ ഉപയോഗിക്കുക. സംയോജികയിലാണെങ്കിലോ കൊണ്ട്, ആൽ എന്നിവയൊക്കെ സംബന്ധികയിൽ, ആധാരികയിലാണെങ്കിൽ ഇൽ, കൽ എന്നിവയൊക്കെ പ്രത്യയങ്ങൾ ചേർക്കും. അപ്പൊ ഇവിടെ സംബന്ധികക്ക് ഉടേ എന്നുള്ള പ്രത്യയരൂപമേ ചേർക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ശാസനങ്ങളുടെ കാര്യത്തിലാണ് പറയുന്നത്. ശാസനങ്ങളില് വിഭക്തികൾ വരുന്ന സമയത്ത് അവിടെ ഉടേ ഉള്ളൂ, ഇൻഡേ അവിടെ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ പ്രതിഗ്രാഹിക എ അല്ല ഐ ആണെന്ന് പറയുന്നു. പ്രതിഗ്രാഹികയുടെ വിഭക്തി രൂപം ഏതാണ്? എ ആണ് അല്ലേ. അപ്പോ ഉദാഹരണത്തിന് രാമൻ പ്ലസ് എ, രാമനെ എന്നാണ് നമ്മൾ പ്രതിഗ്രാഹിക വിഭക്തിയിൽ ഉപയോഗിക്കുക. എന്നാൽ ഈ ശാസനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോ ഈ എക്ക് പകരം എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഐ എന്ന് ഉപയോഗിക്കുന്നു. രാമനൈ എന്നുള്ള ആ ഒരു തമിഴിന്റെ ആ ഒരു ശൈലിയിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അടുത്തതാണ് ആധാരിക. ആധാരികക്ക് നമ്മൾ എങ്ങനെ പറയാറ്? സാധാരണ ഇൽ, കൽ എന്നാണ് പറയല്ലേ. അതായത് രാമനിൽ, പിന്നെ സീതയാൽ, ഇൽ, കൽ എന്ന് വരുന്ന സമയത്ത് ആധാരികയ്ക്ക് വരുന്ന മാറ്റം നോക്കാം. ഉൾ എന്നുള്ള ഒരു പ്രത്യയമായിരുന്നു ആധാരികയിൽ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ വാക്യഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ വാക്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പ്രധാനമായും തമിഴില് ചെറിയ ചെറിയ വാക്യങ്ങൾ വരികളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ പണ്ടുള്ള തമിഴ് ശാസനങ്ങളെ കുറിച്ച് ഡോക്ടർ എം പുരുഷോത്തമന്റെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അടുത്തത് വാഴപ്പള്ളി ശാസനത്തെ കുറിച്ചാണ്. നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന്റെ പ്രധാനമായിട്ടുള്ള ഹെഡിങ് അതാണല്ലോ, വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. പണ്ടത്തെ ചേര ചക്രവർത്തിയായിരുന്ന രാജശേഖരവർമ്മയുടെ പ്രസിദ്ധമായിട്ടുള്ള ശാസനമാണ് ഈ ഒരു വാഴപ്പള്ളി ശാസനം. ഈ ഒരു ശാസനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളും അതിന്റെ വിവർത്തനങ്ങളൊക്കെ പാഠഭാഗത്ത് തന്നിട്ടുണ്ട്. തമിഴ് കലർന്ന ആ ഒരു രൂപവും പിന്നെ അതിന്റെ മലയാളത്തിലുള്ള ഒരു വ്യാഖ്യാനവും ഒക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു വാഴപ്പള്ളി ശാസനം മലയാളത്തില് കണ്ടുകിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു രേഖയാണ് ഈ വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനത്തിന്റെ ഭാഷാപരമായ സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. സംസ്കൃത തത്സമങ്ങളും തൽഭവങ്ങളും ഉപയോഗിച്ചിരുന്നു. സംസ്കൃതത്തിന്റെ തൽസമങ്ങളും അതുപോലെ തൽഭവങ്ങളും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഇതൊരു മണിപ്രവാള രീതി എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പൂർണ്ണമായിട്ടും കഴിയില്ലെങ്കിൽ കൂടി അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എങ്കിലും അന്നത്തെ പണ്ഡിതന്മാർ മണിപ്രവാള രീതിയിൽ ഈ ഒരു ശാസനങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നില്ല.
തമിഴിൽ നിന്നും സംസ്കൃതത്തിലേക്കുള്ള മാറ്റം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. തമിഴ് പണ്ടത്തെ കൃതികളിൽ പൂർണ്ണമായിട്ട് തമിഴായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു ശാസനങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് തമിഴ് ലിപികളായിരുന്നു. അതുപോലെ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളവുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു തമിഴിൽ നിന്നും ക്രമേണ മാറ്റം വന്നിട്ട് സംസ്കൃതത്തിലേക്കുള്ള ഒരു മാറ്റവും അതിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു മലയാള ഭാഷയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തമിഴിന്റെ സ്വാധീനം വളരെ കൂടുതലായിട്ട് കാണാൻ കഴിയില്ലേ? തമിഴിന്റെ ഒരു ഭാഷയാണ്, ഉപഭാഷയാണ് മലയാളം എന്നുള്ള ഒരു വാദമൊക്കെ നിലനിൽക്കുന്നുണ്ട്. മലയാളം ഒരു ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെട്ട ഒരു ഭാഷയാണെന്നും തമിഴിൽ നിന്നും വന്നു കഴിഞ്ഞ ഒരു ഭാഷയാണെന്നാണ് മലയാള ഭാഷയെ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഈ ഒരു തമിഴിന്റെ ഒരു സ്വാധീനം ഉള്ള കൃതികൾ അന്ന് ഒരുപാടുണ്ടായിരുന്നു. പാട്ട് പ്രസ്ഥാനമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാട്ടെന്ന് പറയുമ്പോൾ എന്താണ്? തമിഴിന്റെ അക്ഷരമാലകളും അതുപോലെ എതുക, മോന എന്നീ വൃത്തങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സാഹിത്യ രൂപമാണ് പാട്ട് പ്രസ്ഥാനം. അപ്പൊ പാട്ട് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ചീരാമൻ രചിച്ചിട്ടുള്ള രാമചരിതമാണ് അല്ലെ? രാമചരിതം കൃതിയാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തോലന്റെ ആട്ടപ്രകാരം എന്നുള്ള കൃതിയാണെന്ന്, അങ്ങനെ രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെന്തുമാവട്ടെ, നമ്മൾ എന്ത് പറയുന്നു, ഈ ഒരു പാട്ടുപ്രസ്ഥാനം നിലനിൽക്കുന്ന അതിനുശേഷം വന്നിട്ടുള്ളതാണ് എന്ത്? സംസ്കൃതവും മലയാളവും കൂടി കലർന്നിട്ടുണ്ട് ഒരു മണിപ്രവാളം ഭാഷയിലേക്കും രൂപപ്പെടുന്നുണ്ട്. മണിപ്രവാളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസ്കൃതം മുത്തും പവിഴവും എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ അതിലും ഒരുപാട് എന്തുണ്ട്? കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മണിപ്രവാള ഭാഷയിലാണെങ്കിലും മണിപ്രവാള രൂപത്തിലാണെങ്കിലും അതുപോലെ പാട്ടുപ്രസ്ഥാനത്തിന്റെയും ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഏത് കൃതിയിൽ കാണാം? ലീലാതിലകം എന്നുള്ള ആ ഒരു കൃതിയിൽ ഇതിനെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ലീലാതിലകം എന്നുള്ള ഒരു കൃതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് തമിഴിൽ നിന്നും സംസ്കൃതത്തിലേക്കുള്ള ഒരു മാറ്റം ഈ ഒരു വാഴപ്പള്ളി ശാസനത്തിൽ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തമിഴിൽ നിന്നും ഒരു അകൽച്ചയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തമിഴിൽ കൂടുതലായിട്ട് തമിഴ് ഭാഷ ഉപയോഗിച്ചിരുന്ന ശാസനങ്ങളിൽ നിന്നും ഒരു മാറ്റത്തിലാണ് ഈ ഒരു ഇതിൽ കാണാൻ കഴിയുന്നത്. തമിഴിൽ നിന്നും ഒരു അകൽച്ച കാണുന്നുണ്ട്. പിന്നെ വർണ്ണതലത്തിലെയും സന്ധി തലത്തിലെയും വ്യാകരണത്തിലെയും പഴക്കം, അതായത് പഴയ തലത്തിലുള്ള വർണ്ണങ്ങളും സന്ധികളും വ്യാകരണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ വാഴപ്പള്ളി ശാസനങ്ങളുടെ ഒരു പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതിൽ സംസ്കൃത തത്സമങ്ങളും തൽഭവങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തമിഴിൽ നിന്നും വ്യത്യസ്തമായിട്ട് സംസ്കൃതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് ഇതിനെ കാണാൻ കഴിയും. അതുപോലെ പഴയ രൂപത്തിലുള്ള വർണ്ണങ്ങളും സന്ധികളും പിന്നെ വ്യാകരണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വാഴപ്പള്ളി ശാസനം, രാജശേഖരവർമ്മയുടെ വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നതാണ് നമ്പ്യാൻ തമിഴ് കൃതികൾ. നമ്പ്യാൻ തമിഴ് എന്ന് പറഞ്ഞത് പണ്ട് കാലങ്ങളില് നമ്പ്യാന്മാര് ഉപയോഗിച്ചിരുന്ന ഒരു അവരുടെ ഭാഷ എന്ന് നമുക്ക് പറയാം. ഈ കൂത്ത് കൂടിയാട്ടം എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കൃതം കുറച്ചൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അവര് കണ്ടിരുന്നതും ആസ്വദിച്ചിരുന്നതായിട്ടുള്ള കലാരൂപങ്ങളാണ്. എന്നാൽ ഈ പാടകം, ചാക്യാർ കൂത്ത് എന്നിവയിലേക്ക് വരുന്ന സമയത്ത് ആ കലാരൂപങ്ങള് സാധാരണ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ആസ്വദിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് സംസ്കൃത ജ്ഞാനം ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് നമ്പ്യാന്മാരാണ് ഇതിങ്ങനെ ഒരു കഥാരൂപത്തിന് വിശേഷണങ്ങളൊക്കെ കൊടുത്തിട്ട് അവരതിനെ അവരുടെ കഥാരീതിയിൽ അവതരിപ്പിക്കുകയും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇത്തരത്തില് അവരുപയോഗിച്ചിരുന്ന ഈ ഒരു പാടകം പോലുള്ള ആ കലാരൂപങ്ങളെ അവർക്ക് കഥാകഥന രീതികൾ അവരായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നത്. ഈ നമ്പ്യാന്മാർ കഥാകഥനത്തിന് ഉപയോഗിച്ചിരുന്ന വ്യവഹാര ഭാഷയാണ് നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നത്. അതില് വിഭക്ത്യാന്തര സംസ്കൃതം ഇല്ലാത്തതിനാൽ പണ്ഡിതന്മാർ മണിപ്രവാളത്തില് ഉൾപ്പെടുത്തിയിരുന്നില്ല. വിഭക്ത്യാന്ത സംസ്കൃതം അതിൽ ഇല്ലാത്തതിനാൽ അതെന്ത് ചെയ്തില്ല, മണിപ്രവാളത്തില് ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാലോ തത്സമങ്ങളായി അതില് സംസ്കൃതം ഉൾപ്പെടുത്തിയിരുന്നു. തത്സമങ്ങളായിട്ട് സംസ്കൃതം ഉൾപ്പെടുത്തിയത് കൊണ്ട് എന്തുണ്ട്, അതും പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പൊ ഈ പാട്ട് പ്രസ്ഥാനത്തിലും മണിപ്രവാളത്തിലും ചേരാതെ
അതിന് സമാന്തരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷാരീതി കാണുന്ന കൃതികളാണ് നമ്പ്യാൻ തമിഴ് കൃതികൾ. നമ്പ്യാൻ തമിഴ് ഭാഷ എന്ന് പറയുന്നത് ഈ ഒരു നമ്പ്യാന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു. അവരുടെ കഥാകഥന രീതിയാണ്. പ്രധാനമായും നമ്മൾ പറഞ്ഞു പാടകം, ചാക്യാർകൂത്ത് എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് സംസ്കൃത ജ്ഞാനം ഉള്ളവർക്ക് മാത്രമേ അത് ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് നമ്പ്യാന്മാർ എന്ത് ചെയ്തു? ഈ ഒരു കലാരൂപത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്പ്യാൻ തമിഴ് ഭാഷയിലൂടെ അത് പുനരാഖ്യാനം ചെയ്തു. ഇതാണ് നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നത്. ആധുനിക മലയാളം കാണുന്നത് നമ്പ്യാൻ തമിഴിലാണെന്നാണ് ഡോക്ടർ പി.വി. വേലായുധൻ പിള്ളയുടെ അഭിപ്രായം. ഇപ്പൊ ഡോക്ടർ പി.വി. വേലായുധൻ പിള്ള പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആധുനിക മലയാളം നമ്പ്യാൻ തമിഴ് ഭാഷയിലാണ് കാണുന്നത് എന്നാണ്. ഇനി നമ്പ്യാൻ തമിഴ് കൃതികൾക്ക് ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണം, അംബരീഷോപാഖ്യാനം, നളോപാഖ്യാനം എന്നിവയൊക്കെയാണ് നമ്പ്യാൻ തമിഴ് കൃതികൾക്ക് ഉദാഹരണം പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് നമ്പ്യാൻ തമിഴ് കൃതികളെ കുറിച്ചാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് പുരാണ പുനരാഖ്യാനങ്ങളെ കുറിച്ചാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രീതിയാണ് ഈ ഒരു ശാസനങ്ങളിൽ നിന്നും ഗദ്യത്തിന് പൂർണ്ണമായിട്ടും ഗദ്യ സാഹിത്യത്തിന് നിലനിൽക്കാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തേണ്ടി വന്നു. കാരണം നമ്മൾ പറഞ്ഞു ഈ ശാസനങ്ങളിൽ എന്തില്ല, അതിനൊരു സാഹിതീയ രൂപം കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത് പ്രധാനമായിട്ടും ഉത്തരവുകളും ആജ്ഞകളും അവരുടെ കൽപ്പനകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതായത് കൊണ്ട് തന്നെ അതിൽ സാഹിതീയ രൂപം കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഒരു ഗദ്യ സാഹിത്യ രൂപം നൽകാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണ് പുരാണമായിട്ടുള്ള കൃതികളൊക്കെ എടുത്തിട്ട് അവര് വീണ്ടും ആഖ്യാനങ്ങളിലൂടെ പുനരാഖ്യാനം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പുരാണ കൃതികളെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് രചനകൾ നടന്നുകൊണ്ടിരുന്നു. 15-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഭാഗവത സംഗ്രഹം, ജനകാഗ്യസ്ത്യ സംവാദം തുടങ്ങിയ പുരാണ കൃതികൾ മലയാള ഭാഷയിലേക്ക് പരിവർത്തനം കാണാം. അപ്പോ ഒരു 15-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ നല്ലൊരു മാറ്റം കാണാൻ കഴിയും. ഗദ്യകൃതികളിലൊക്കെ എന്ത് ചെയ്തു? ഈ പുരാണ സംഭവങ്ങളൊക്കെ ആസ്പദമാക്കി ഒരുപാട് കൃതികള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു ലളിതമായിട്ടുള്ള വാക്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ സംസ്കൃതത്തിന്റെ പിടി അയയുന്നുണ്ട്. അപ്പൊ സംസ്കൃതത്തിലുള്ള ഈ കൃതികളിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു മാറ്റം അവിടെ കാണാൻ കഴിയും. കൂടുതൽ സങ്കീർണമായിട്ടുള്ള സംസ്കൃതത്തിലൂടെ ഒന്നും കടന്നു പോവാതെ ഒരു മാറ്റം അതിൽ മലയാളത്തിലേക്കുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു മാറ്റം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അടുത്തൊരു കൃതിയെ കുറിച്ചാണ് പറയുന്നത്. രാമായണം തമിഴ് എന്നാണ്. രാമായണം തമിഴ് നീചരാജ ഭാഷയുടെ നമ്പ്യാൻ തമിഴ് രൂപത്തിൽ വിരചിതമായിട്ടുള്ള ഒരു ഗദ്യകൃതിയാണ് ഈ ഒരു രാമായണം തമിഴ്. അതില് രാമന്റെ രാവണോത്ഭവം മുതല് രാവണന്റെ വധം തുടങ്ങി പിന്നെ അതിനുശേഷം ശ്രീരാമാഭിഷേകം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രസ്താവിച്ചിട്ടുള്ള ഒരു കൃതിയാണ് രാമായണം തമിഴ്. അപ്പൊ ഇതില് ഈ ഒരു ഗദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്പ്യാൻ തമിഴ് രൂപത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളതെന്ന് പറയാം. പിന്നെ അടുത്തത് പറയുന്നുണ്ട് ഭാഗവതം ഗദ്യം. ഭാഗവതം ഗദ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ കർത്താവ് ആരാണെന്ന് അറിയില്ല. AD 15-ാം നൂറ്റാണ്ടിലായിരിക്കും നിർമ്മിതി. തമിഴിനേക്കാൾ ഇതിൽ കൂടുതൽ സംസ്കൃതമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ മറ്റൊരു പുരാണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. ഇതിന്റെ കർത്താവ് ആരാണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ 15-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മിതി. സംസ്കൃതത്തിലാണ് കൂടുതലായിട്ട് രചന നടത്തിയിട്ടുള്ളത്. പിന്നെ ഉത്തരരാമായണം ഗദ്യം. ഉത്തരരാമായണം ഗദ്യത്തില് പ്രധാനമായിട്ടും കാണുന്ന ഗദ്യഭാഷ എന്ന് പറയുന്നത് നമ്പ്യാൻ തമിഴ് ഭാഷ തന്നെയാണ്. AD 16-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിലായിരിക്കും ഈ ഒരു രചന നടന്നിട്ടുണ്ടാവുക. അപ്പോ ഈ ഒരു നമ്പ്യാൻ തമിഴ് ഭാഷയുടെ ഒരു വ്യാപനവും നമുക്ക് ഈ ഇത്തരം കൃതികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ ഒരു പാഠഭാഗത്തില് നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ശാസനങ്ങളെ കുറിച്ചാണ് അല്ലെ. പ്രാചീന ഗദ്യ രൂപങ്ങളാണ് ശാസനങ്ങൾ. വിവിധ തരത്തിലുള്ള ശാസനങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു.
അതുപോലെ തന്നെ ശാസനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ആ ഭാഷയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അതുപോലെ തമിഴിന് ആ ഒരു ശാസനങ്ങളിലുള്ള പങ്ക് എന്താണ്, അതുപോലെ മലയാളത്തിലുള്ള വട്ടെഴുത്ത് ലിപി, പിന്നെ സംസ്കൃതത്തിന്റെ ആധിക്യം ഉണ്ടായിരുന്നോ എന്നെല്ലാം നമ്മൾ ഒരു എത്തിനോട്ടമാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ. അപ്പൊ ഈ ഒരു പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.